ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പണിയാണ് കേട്ടോ കിട്ടിയത്. ഗ്യാസിൻ്റെ ചെറിയ തീ അടുപ്പിൽ ഒട്ടും തീ കത്തുന്നേയില്ല. അപ്പോൾ ഒരുവിധം കുട്ടികളൊക്കെ തട്ടിമുട്ടി രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ ആദ്യം ചെയ്ത പണിയായിരുന്നു ഗ്യാസിൻ്റെ അടുപ്പൊന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് സിലിണ്ടർ ഓഫ് ചെയ്തതിന് ശേഷം ഗ്യാസിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ അഴിച്ചെടുത്തു. ആ സമയം കൊണ്ട് തന്നെ ബർണർ, ഡിഷ് വാഷും അതിൻ്റെ കൂടെ ഒരല്പം വിനാഗിരിയും സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ട് വെച്ച് 1 മണിക്കൂറിനടുത്ത് അവിടെ ഇട്ട് വെച്ചു കേട്ടോ. അതിനുശേഷം ഇതൊക്കെ ഒന്ന് നന്നായി അഴിച്ച് ഓരോ ഭാഗങ്ങളായി അഴിച്ച് ഞാൻ അത് മാറ്റിയെടുത്തു. അപ്പം ആ ഓരോ സ്ക്രൂവും നന്നായി ഒന്ന് അഴിച്ചെടുക്കുക. നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ ആ ഭാഗങ്ങൾ എവിടെയായിരുന്നു ഫിറ്റ് ചെയ്തത്, എവിടെ നിന്നാണ് അഴിച്ചെടുത്തത് എന്നുള്ളത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വീണ്ടും തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ട്യൂബൊക്കെ ഒന്ന് അഴിച്ചെടുത്തു. എല്ലാം അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അവസാനമായിട്ട് നമ്മുടെ ആ സിലിണ്ടറിൽ നിന്ന് നമ്മുടെ ഗ്യാസ് വരുന്ന ആ ഒരു പൈപ്പും കൂടെ അഴിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. എൻ്റെ ഈ പൈപ്പിനാണ് എപ്പോഴും കംപ്ലൈൻറ്റ് വരിക കേട്ടോ. ഗ്യാസിൻ്റെ സർവീസ് സെൻറ്ററിലൊക്കെ കൊണ്ടുപോയി അതൊക്കെ ഒന്ന് നന്നാക്കിയൊക്കെ നോക്കിയതാണ്. പക്ഷേ എന്നിട്ടൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ഐഡിയയാണ് ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പം ആ ട്യൂബ് ഒന്ന് എടുത്തു. കത്താത്ത ചെറിയ അടുപ്പിൻ്റേതായതുകൊണ്ട് ആ ഭാഗം ഞാൻ കനലിലേക്കൊന്ന് നന്നായിട്ട് ചൂടാകാൻ വേണ്ടിയിട്ടൊന്ന് പൂഴ്ത്തി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ തീ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, തീയുള്ള സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പൊടികളും അഴുക്കും അതേപോലെ നമ്മൾ വറുക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറേശ്ശൊക്കെ എണ്ണയൊക്കെ എന്തായാലും നമ്മുടെ ബട്ടൻ്റെ ഉള്ളിലേക്ക് വീഴും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുടുങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസിന് ഒട്ടും തീ ഉണ്ടാവാത്തൊരവസ്ഥ വരും കേട്ടോ. എനിക്ക് എൻ്റെ ഈ ഗ്യാസ് സ്റ്റവിൽ വന്നിട്ടുള്ള പ്രശ്നം ഇത് തന്നെയായിരുന്നു. ആ ഒരു ഫ്ലെയിമിൻ്റെ പ്രശ്നം ഞാൻ പരിഹരിച്ച രീതിയും ഇത് തന്നെയാണ്. ഈ കാണുന്നത് നമ്മുടെ വലിയ അടുപ്പിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇത് ഞാൻ ഒരു 2 മാസം മുമ്പ് ഇതേപോലെ ക്ലീൻ ചെയ്തതായിരുന്നു. അതിനുശേഷം നന്നായിട്ട് അതിന് ഫ്ലെയിമുണ്ട്, ഞാൻ കാണിച്ചു തരാം അവസാനം. അപ്പോൾ ഇത് നമ്മുടെ പൈപ്പ് നന്നായിട്ട് ചൂട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടാവണം. നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ അതൊന്ന് തുടച്ച് എടുക്കുക. അതിലുള്ള ചാരവും പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. നനഞ്ഞ തുണി കൊണ്ട് വേണം തുടക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ട് അതിൽ പൊടിയും അഴുക്കൊക്കെ ഒന്ന് നീക്കിക്കളയുക. അതിനുശേഷം നമ്മുടെ ഗ്യാസിൻ്റെ ആ ഒരു ചെറിയ ഹോള് കാണുന്നുണ്ടാവും അല്ലേ, അപ്പോൾ അതിലേക്ക് ഇറങ്ങുന്ന വിധത്തിലുള്ള ഒരു നൂൽക്കമ്പിയോ അല്ലെങ്കിൽ ചെമ്പ് കമ്പിയോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കുത്തി കൊടുക്കുക. നന്നായിട്ട് കുത്തണം. അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു വണ്ണത്തിലുള്ള കമ്പി എന്തെങ്കിലും എടുക്കുക കേട്ടോ. നൂൽക്കമ്പി എന്തെങ്കിലും എടുത്തിട്ട് 2-3 തവണ നന്നായിട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ അവിടെ എന്തെങ്കിലും വേസ്റ്റ് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ കുത്തുമ്പോൾ പോകുന്നതാണ്. പിന്നെ ഞാൻ ആദ്യം കാണിച്ചിരുന്നു ഞാൻ ഈ ഒരു അടപ്പ് ഇങ്ങനെ ഊരിയെടുക്കുന്നത്. അത് വലിയ അടുപ്പിൻ്റെ ആ അടപ്പ് എനിക്ക് ഊരാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പക്ഷേ എനിക്ക് ഊരാൻ കിട്ടുന്നില്ല. അത് ഊരാൻ കിട്ടുകയാണെങ്കിൽ അതൊന്ന് ഊരിയിട്ട് അതിൻ്റെ ഉള്ളും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. അതൊക്കെ കുത്തിയൊന്ന് കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ബട്ടൺ ഇടുന്ന ആ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തിരിയുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ബട്ടന് ഉപയോഗിച്ച് നമ്മൾ ഫ്ലെയിം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുമ്പോൾ അതുപോലെ ഈ സമയത്ത് നമ്മുടെ ഈ ബട്ടനൊന്ന് ആവുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ചൂടോടുകൂടി തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇടയ്ക്ക് കൈ പൊള്ളുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. കാരണം അവിടെ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ സ്റ്റക്കാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്ക് പിന്നെ എല്ലാം നമ്മൾ ഊരിയെടുത്തതുപോലെ തന്നെ തിരിച്ചൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ട് കഴുകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുള്ളിലേക്ക് വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിമും കൂടെ ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ നന്നായിട്ട് തുടച്ചെടുത്താൽ മാത്രം മതി. നനഞ്ഞ തുണി വെച്ചിട്ട് ഇത്തിരി സോപ്പോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ട്യൂബ് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ വീണ്ടും തിരിച്ച് ഫിറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ ഒരു കൈ കൊണ്ടാണ് ഇത് ഫിറ്റ് ചെയ്യാനും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ തിരിച്ച് ഊരിയതുപോലെ തന്നെ മുഴുവൻ സ്ക്രൂവും ഒക്കെ ഇട്ട് നല്ല ടൈറ്റായിട്ട് ഞാൻ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഭാഗങ്ങളൊന്ന് ഫിറ്റ് ചെയ്ത് നമ്മൾ അഴിച്ചെടുത്ത ഭാഗങ്ങളൊക്കെ ക്ലിയറായിട്ട് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മാറിപ്പോകുന്നും ചെയ്യാതെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക കേട്ടോ. ഊരിയെടുത്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാനും ശ്രദ്ധിക്കണേ. അപ്പോൾ അത് എല്ലാം ഒന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബട്ടൻ്റെ ആ ഭാഗത്തുള്ള ബട്ടനൊക്കെ ഒന്ന്
ടൈറ്റായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഊരിയെടുത്ത സ്ക്രൂ ഒക്കെ തിരിച്ച് അതുപോലെ തന്നെ അതാ നന്നായിട്ടൊന്ന് പൊക്കി നോക്കുക. ആ ബട്ടൺ എപ്പോഴും പൊങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ സ്ക്രൂ ഇടുമ്പോൾ നമ്മൾ അഴിച്ച അതേ രീതിക്ക് തന്നെ ചെയ്ത് നോക്കുക. അപ്പം ഞാനതും ഒന്ന് ചെയ്ത് സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. അല്ല 2 ബട്ടണും ഒന്ന് ഇട്ട് സ്ക്രൂ ഒക്കെ ടൈറ്റാക്കി കൃത്യമായിട്ട് ആ ഓണും ഓഫും ആ ഭാഗം എഴുതിയ ഭാഗമൊക്കെ ആദ്യത്തതുപോലെ തന്നെ വരുന്ന വിധത്തിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അതൊക്കെ ഒന്ന് അപ്പം ഞാനതൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തത് ചെയ്തു. അതിനുശേഷം ഇപ്പുറത്തെ ബട്ടൺ ഒന്ന് ടൈറ്റാക്കി ആ ബട്ടൺ ഒന്ന് ഇട്ട് നോക്കി കേട്ടോ, ക്ലിയർ ആണോ എന്നറിയണ്ടേ. അപ്പം ബട്ടൺ ഇട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഫ്ലെയിം ഓണും ഓഫും ചെയ്യുമ്പോഴേക്ക് ഒന്ന് ചെയ്ത് നോക്കുക. ബട്ടൺ എന്തെങ്കിലും ടൈറ്റ് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ അഴിച്ചിട്ട് നമ്മൾ അടുപ്പിൽ തന്നെ ഒന്നും കൂടെ ചൂടാക്കി നന്നായിട്ട് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു പിടുത്തം മാറിക്കിട്ടും കേട്ടോ. ഇപ്പോൾ ശരിക്കും സാധാരണ പോലെ തന്നെ നല്ല ലൂസായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ കുറ്റിയുമായിട്ട് സിലിണ്ടറുമായിട്ടുള്ള ആ ട്യൂബ് കണക്ട് ചെയ്ത് കൊടുത്തു. ലീക്കൊന്നും ഇല്ലയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അത് അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ബർണർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ സോപ്പും അപ്പക്കാരും ഒക്കെ കൂടി കലക്കിയ വെള്ളത്തിൽ. അപ്പോൾ അതൊന്ന് എടുത്തു നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ആ ഒരു കരിയും ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് കമ്പിച്ചകിരി വെച്ച് സോപ്പ് ഇട്ടതുകൊണ്ട് തന്നെ കമ്പിച്ചകിരി വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാനിപ്പോൾ 1 മണിക്കൂർ നേരം മാത്രമേ ഇട്ടിട്ടുള്ളൂ, എന്നിട്ടാണ് ഇത്രയും വൃത്തിയായി കിട്ടിയത്. നല്ല കറുകറുത്തിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഉണ്ടെങ്കിൽ അധിക സമയം വെക്കുക. എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ 1 മണിക്കൂർ കൊണ്ട് ഇത് ചെയ്തെടുത്തത്. അപ്പോൾ അതൊക്കെ തിരിച്ചൊന്ന് ബർണറൊക്കെ തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ബർണർ നന്നായിട്ട് തുടച്ചിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. തുടച്ചൊന്ന് നന്നായി ഉണക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം കത്തിക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഉണ്ടാവില്ല, നമുക്കറിയാമല്ലോ വെള്ളം കുടുങ്ങി കഴിയുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഒന്ന് തുടച്ച് അത് വെള്ളമൊക്കെ ആറിയതിന് ശേഷം കത്തിച്ച് നോക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തീണ്ട് കേട്ടോ. അപ്പം ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ടൊന്ന് കത്തിച്ച് കാണിച്ചു തരാം. ഇതാ ഇത്രയൊന്നും എനിക്ക് രാവിലെ തീണ്ടായിരുന്നില്ല കേട്ടോ. ചോറിൻ്റെ വെള്ളം വെച്ചിട്ടൊന്നും തിളക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇതേ പ്രശ്നമായിട്ട് തന്നെയായിരുന്നു വലിയ അടുപ്പ് എനിക്കുണ്ടായിരുന്നത്. അത് ഞാൻ അതേ രീതിയിൽ മാറ്റിയിട്ട് കണ്ടോ. ഇപ്പം നല്ല ഫ്ലെയിം